Hi friends, welcome back to another episode of KENZATECHS. My name is RASALFARHAN. നമ്മളെല്ലാവരും സ്മാർട്ട് ഫോണുകളിൽ ഫോട്ടോസ് എടുക്കാറുണ്ട്. നമ്മുടെ സ്മാർട്ട് ഫോൺ ഗാലറി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ഫോട്ടോസ് ആയാലും മറ്റൊരുപാട് ഫോട്ടോസുകൾ നമുക്കതിൽ കാണാൻ സാധിക്കും. നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇപ്പോഴുള്ള സ്മാർട്ട് ഫോണുകളിലൊക്കെ അതായത് 64 മെഗാ പിക്സലിൻ്റെയും 48 മെഗാ പിക്സലിൻ്റെയൊക്കെ ക്യാമറ തകർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ സ്മാർട്ട് ഫോണിൽ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ചുരുങ്ങിയത് ഒരു 2 MB 3 MBക്ക് മുകളിലായിരിക്കും. കൂടിപ്പോയാൽ ഒരു 15-20 MB വരെ നമുക്ക് 64 മെഗാ പിക്സലിൻ്റെ ക്യാമറയിൽ എടുത്താൽ സൈസ് വരുന്നുണ്ട് ഒരു ഫോട്ടോന് മാത്രം. അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ 100 ഫോട്ടോ എടുക്കുമ്പോഴേക്ക് നമ്മുടെ മൊബൈൽ സ്റ്റോറേജ് കപ്പാസിറ്റിയിലെ ഒരു വലിയൊരു ഭാഗം തന്നെ നമ്മൾ ഇതിന് മാറ്റി വെക്കേണ്ടത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഡിലീറ്റ് ആക്കി കളഞ്ഞാൽ പോരെ എന്ന്. നമുക്ക് അത്യാവശ്യമായ ഫോട്ടോസ് ആയിരിക്കും, ഡിലീറ്റ് ആക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നമുക്ക് ആവശ്യമായി വരുന്ന ഫോട്ടോസ് ആയിരിക്കും. ഇപ്പോൾ ആവശ്യമില്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യമുണ്ടാകുമെന്ന് കരുതി നമ്മൾ വെച്ചിരിക്കുന്ന ഫോട്ടോസ് ആയിരിക്കും. അപ്പോൾ ഒന്നും ഡിലീറ്റ് ആക്കാൻ സാധ്യമല്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫോൺ സ്റ്റോറേജ് ഫുള്ളാവുന്നുമുണ്ട്. അതിന് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്. അതിന് പറ്റിയൊരു ആപ്ലിക്കേഷനുമായി കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിക്കൊണ്ട് ഈ AI ഗാലറി എന്ന് പറയുന്ന ഒരു ഗാലറി നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് ഒരു പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഒരു ഗാലറി, നമ്മുടെ മൊബൈൽ ഗാലറി എങ്ങനെയാണോ ആ തരത്തിൽ അതേ രൂപത്തിൽ തന്നെയാണ് നമുക്ക് ഇതിലും കാണാൻ സാധിക്കുക. യാതൊരു വ്യത്യാസവും കാണുന്നതല്ല. എന്നാൽ നമ്മൾ ഈ ഗാലറി ഓപ്പൺ ചെയ്ത ശേഷം നമുക്കിവിടെ അടിയിലായിക്കൊണ്ട് ടൂൾസ് എന്ന് കാണാൻ സാധിക്കും. ഞാൻ സൈഡിൽ സ്ക്രീൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാക്കാം. ഈ ടൂൾസ് എന്നുള്ളതിൽ നമുക്ക് നോക്കിയാൽ കംപ്രസ് ഫോട്ടോസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ഓൾ ഫോട്ടോസ്, എന്നിട്ട് എല്ലാം സെലക്ട് ചെയ്ത ശേഷം കംപ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഫോട്ടോസ് മുഴുവനും, അതായത് 3.4 GB ആണ് എൻ്റെ മൊബൈലുള്ള ഫോട്ടോസിൻ്റെ സൈസ്, ടോട്ടൽ ഫോട്ടോസിൻ്റെ സൈസ്. ഇത് മുഴുവനും കംപ്രസ്സായി വരുന്നതാണ്. ഈ ഫോട്ടോസ് മുഴുവനും കംപ്രസ്സായി വളരെ സൈസ് കുറഞ്ഞിട്ട് നമ്മുടെ മൊബൈൽ സ്റ്റോറേജിൽ പോയി നിൽക്കും. അപ്പോൾ നമുക്ക് വലിയ രീതിക്ക് തന്നെ ഫോട്ടോ ക്വാളിറ്റി കുറയാതെ നമുക്ക് മൊബൈലിൻ്റെ സ്റ്റോറേജ് ലാഭിക്കാൻ സാധിക്കുന്നതാണ്. ഇത് കംപ്രസ്സായി വരാൻ കുറച്ച് ടൈം എടുക്കും. 3.4 GB എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഇത് തന്നെയാണ്. 1008 ഫോട്ടോസാണ് എൻ്റെ മൊബൈലുള്ളത്. ഇപ്പോൾ 35 ഫോട്ടോസേ ആയിട്ടുള്ളൂ. അപ്പോൾ മുഴുവൻ ഫോട്ടോസ് കംപ്രസ്സായി വന്ന ശേഷം നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം വലിയൊരു സ്റ്റോറേജിൻ്റെ കപ്പാസിറ്റിയിൽ വലിയൊരു വ്യത്യാസം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. റെഡിക്ക് പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ ഗാലറി എങ്ങനെയാണോ അത്തരത്തിൽ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷനും. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ കൊണ്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ